ആയുസിന്റെ വേദം ആയുർവേദം ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഓൾഡ് NKN ഹോസ്പിറ്റൽ സൗത്ത് കുമ്പളങ്ങി ഫോൺ 8606240012 9656240012. അന്തരിച്ച CPI നേതാവ് VN പുരുഷന്റെ അനുസ്മരണം AK സജീവൻ ഉദ്ഘാടനം ചെയ്തു. CPI മുൻ മണ്ഡലം സെക്രട്ടറിയും നഗരസഭാംഗവുമായിരുന്ന VN പുരുഷന്റെ 22ാമത് അനുസ്മരണ സമ്മേളനം നടന്നു. ഇടക്കൊച്ചി വില്ലേജ് ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങിൽ CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം KP മണിലാൽ പതാക ഉയർത്തി. മണ്ഡലം സെക്രട്ടറി AK സജീവൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വളരെ ചെറുപ്പത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ചേർന്ന് തന്റെ മാതാവിനോടൊപ്പം പാർട്ടി പ്രവർത്തനത്തിൽ പങ്കെടുത്ത് ഈ നാടിന്റെ രാഷ്ട്രീയ മുഖങ്ങളിൽ സൗമ്യതയും അതുപോലെ തന്നെ ലാളിത്യത്തിന്റെയും ഒരു പൊതുപ്രവർത്തകൻ ഉണ്ടായിരിക്കേണ്ട എല്ലാ ഗുണങ്ങളുമുള്ള മാതൃകാ പൊതുപ്രവർത്തകനായിരുന്നു സഖാവ് VN പുരുഷൻ. കൊച്ചി നഗരസഭയുടെ കൗൺസിലറും ദീർഘകാലം പള്ളുരുത്തി മണ്ഡലം സർവീസ് സഹകരണ ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് മെമ്പറും വൈസ് പ്രസിഡന്റും 4 നൂറ്റാണ്ടുകാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പള്ളുരുത്തി നയിച്ച പാർട്ടിയുടെ മണ്ഡലം സെക്രട്ടറി ജില്ലാ കമ്മിറ്റി അംഗം PV ചന്ദ്രബോസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. CPI പള്ളുരുത്തി ലോക്കൽ സെക്രട്ടറി K സുരേഷ് അധ്യക്ഷത വഹിച്ചു. CPI ഇടക്കൊച്ചി ലോക്കൽ സെക്രട്ടറി NE അലക്സാണ്ടർ, നഗരസഭാംഗം CN രഞ്ജിത്ത് മാസ്റ്റർ, ബിജു ഈപ്പൻ മാസ്റ്റർ, A അരുൺകുമാർ, PR ആദർശ് എന്നിവർ പ്രസംഗിച്ചു. അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുവാനും അതിന്റെ ഒപ്പം നിന്ന് അത് പരിഹരിക്കുവാനുമെല്ലാം വളരെ ഉത്തരവാദിത്തോടെ പ്രവർത്തിച്ചിട്ടുള്ള ഒരു നേതാവായിരുന്നു സഖാവ് VN പുരുഷൻ. മാത്രമല്ല അദ്ദേഹം രാഷ്ട്രീയവും പൊതുപ്രവർത്തനവും എല്ലാം നടത്തുമ്പോൾ തന്നെ നമ്മുടെ പള്ളുരുത്തി നടയിലുള്ള ലക്ഷ്മി സ്റ്റാർച്ച് കമ്പനി എന്ന പേരിലുള്ള ഈ കപ്പ പൊടിക്കുന്ന ഒരു കമ്പനിയിലാണ് അദ്ദേഹം ജോലിയെടുത്തത്. അവിടെ യൂണിയൻ സംഘടിപ്പിക്കുകയും എല്ലാ ചട്ടങ്ങളും വകുപ്പുകളും ഉണ്ടാക്കി. നമ്മുടെ ക്രിമിനൽ നിയമത്തിൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ ഉണ്ടാക്കി. പക്ഷേ രാജ്യത്ത് ഏത് നിയമങ്ങളും ഉണ്ടാക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിലെ അതാത് രംഗത്തെ രാജ്യത്തിന്റെ ഭരണഘടനാപരമായി ചില ചുമതലകളുണ്ട്. പാർലമെന്റ് ഏകപക്ഷീയമായി അംഗീകരിക്കുകയല്ല. പാർലമെന്റ് അംഗീകരിച്ച ഒരു നിയമം അത് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിട്ട് അത് വിശദമായി ചർച്ച ചെയ്തതിനു ശേഷമാണ് രാജ്യത്തെ ഈ 10 വർഷങ്ങൾക്ക് മുൻപ് വരെയുള്ള ഗവൺമെന്റ് ഒരു നിയമനിർമ്മാണം ഏർപ്പെടുത്തിയത്. തൊഴിലാളികൾക്കെതിരായ നിയമം ഉണ്ടാക്കുമ്പോൾ, കർഷകർക്കെതിരായ നിയമം ഉണ്ടാക്കുമ്പോൾ ഇന്ന് ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി.